ഞാനിന്ന് നോമ്പ് തുറക്കാൻ വന്നത് സമ്പത്ത് റെസ്റ്റോറൻറ്റ് അവിടെയാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ പുള്ളി കോംപ്ലിമെൻ്റ് ആയിട്ട് തന്നതാണ് ട്ടോ. അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഈ ജ്യൂസും ഈ തരിയൊക്കെ കോംപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കണം. എല്ലാം ഈ മാസം എല്ലാ നോമ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് അവിടെ അങ്ങനെയാണ്. പക്ഷേ ഞാൻ കഴിക്കാൻ വന്നിരിക്കുന്നത് അദ്ദേഹം എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കുകയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു മനസ്സ് തന്നെയാണ്. അപ്പോൾ ആ മൊബൈലിലാണ് ഈ ഷോപ്പുള്ളത്. എനിക്ക് ഇവിടുത്തെ ഒരു അരിദോശയും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിക്കാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഈ കടലയാണ്. എനിക്കിതൊരു ഭയങ്കര ഇഷ്ടമാണ് കടല റോസ്റ്റ്. നോമ്പ് കഴിഞ്ഞിട്ട് ഞാൻ മിക്ക ദിവസവും കഴിക്കണം അതാണ്. പക്ഷേ വീഡിയോ വിടാൻ മറന്നുപോയി തുടങ്ങിയപ്പോൾ തന്നെ. ഞാൻ പകുതി കഴിച്ചപ്പോഴാണ് ഓർത്തത് വീഡിയോ എടുത്തില്ലെന്ന്. ഞാനിത് തറാവി കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പോഴാണ് ഞാൻ അരിദോശയും ഫിഷും ഉണ്ടായിരുന്നു. ഞാൻ ദേ ഈ സിറാജിനോട് എൻ്റെ വണ്ടി ഇരിക്കണ കണ്ടിട്ട് എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഇവിടെ വാ, ഇവിടെ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ക്ഷണിച്ച് സിറാജ് വന്ന് അവിടെ നിൽക്കുകയാണ്. അവർ രണ്ടുപേരും കൂടി ഒരു റൈഡിങ് പ്ലാനാണ്. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്നാൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് ദേ മോസ്കിലേക്ക് പോകാം, ഷാർജ മോസ്കിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ഷാർജ മോസ്ക് ഇതുവരെ കണ്ടിട്ടില്ല, അന്ന് അങ്ങോട്ട് പോകാം. ഒരു 15 മിനിറ്റത്തെ റൈഡേ ഉള്ളൂ. ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. ഇങ്ങനത്തെ ഒരു മോസ്ക് ഞാൻ ഇതുവരെ വന്നില്ലല്ലോ എന്നുള്ള ചിന്തയായിരുന്നു വന്നത്. ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. ഞാൻ എന്തായാലും എന്താ പറയണത്, എനിക്കിന്ന് ഇവിടെ തന്നെ നിസ്കാരം ക്യാമില്ലയിലൊക്കെ ഇവിടെ തന്നെ നിസ്കരിക്കുക എന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ചിട്ട് ഞാനപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഞാൻ നിസ്കരിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ വെച്ചു. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ നിസ്കരിക്കുകയാണ് ചെയ്തത്. അവിടെ എന്തായാലും നിസ്കരിച്ച് ഒരു ഏകദേശം 2:30 ആകുമ്പോൾ തന്നെ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ ഈ ഒരു മോസ്കിൽ നിസ്കരിക്കാനായിട്ടും. ഭയങ്കര ബ്ലോക്കുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ബൈക്ക് അതുകൊണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് പോരാനും പറ്റി. ഇതിന് ശേഷം നേരെ പോകണം നമ്മുടെ റൂമിലേക്കാണ്. അപ്പോൾ 2:30 മണിയായി. ഞാൻ ലൊക്കേഷൻ ഇട്ട റൂമിലേക്ക് പോയി. ഇതൊക്കെ പറയാനാണ് വന്നിരിക്കുന്നത്. ഓക്കെ ബൈ.